MS ലിഷോയ് നമുക്കൊപ്പമുണ്ട്. ലിഷോയ്, ആ ടോൾ പിരിക്കാതെ വാഹനങ്ങൾ കടന്നു പോകുന്ന മനോഹരമായ കാഴ്ച ഇപ്പോൾ പാലിയേക്കരയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ടോ? അവിടെ അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായി എന്നത്? ഇല്ല, ഇപ്പോഴും ടോൾ പിരിവ് ഇവിടെ നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് വന്നതേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. എന്തായാലും നിലവിലത്തെ അവസ്ഥയിൽ ടോൾ പിരിവ് ഇവിടെ നടക്കുന്നുണ്ട്. ഫാസ്ടാഗ് വഴി പണം പിരിക്കുന്നുമുണ്ട്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഈ ഓർഡറിന്റെ ഒരു കോപ്പിയൊക്കെ തന്നെ ഇവിടേക്ക് എത്തി ടോൾ പ്ലാസ അധികൃതർക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയിക്കണം. എന്തായാലും നിലവിൽ ഇവിടെ ഈ ഒരു ഹർജി കൊടുത്ത കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ അഭിഭാഷകനുമായ ഷാജി കോടങ്കണ്ടത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹർജി കൊടുത്തത്. എന്നാൽ ഇപ്പോൾ താൽക്കാലികമായി ഈ ഗതാഗത കുരുക്കും മൂലം ഹൈക്കോടതി ഇടപെടൽ വലിയ വിജയമാണ്. എനിക്ക് വേണ്ടി അപ്പീൽ ചെയ്ത അഡ്വക്കേറ്റ് ഗംഗേഷ് അടക്കം ഈ റോഡിൽ ഗതാഗത കുരുക്കിൽ മൂലം ദുരിതം അനുഭവിച്ച ജനങ്ങൾക്കുമാണ് ഈ വിധി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള കോടതിയുടെ ഇടപെടലാണ്. ഒരു സ്ഥലത്തും അടിപ്പാത നിർമ്മാണം നടക്കുന്നില്ല. ഒരു സ്ഥലത്തും അടിപ്പാത നിർമ്മാണം നടക്കില്ല. അത് മണ്ണുത്തി വടക്കഞ്ചേരിയിൽ നടക്കില്ല, മണ്ണുത്തി അലപ്പള്ളിയിൽ നടക്കില്ല, കരാറുകാരെ കാണാനില്ല, പണി നടക്കുന്നില്ല. ഏറ്റവും സങ്കടം, ഒരു മാസം ഹൈക്കോടതി കാത്തുന്നു. ഹൈക്കോടതി ഇവർക്ക് ഒരുപാട് സമയം കൊടുത്തു. കലക്ടർ വളരെ ശക്തമായ റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് പോലും ഈ റോഡ് പണിയിൽ ഒരു ഇടപെടൽ നടത്താൻ ഈ കരാർ കമ്പനിക്കോ ദേശീയപാത അതോറിറ്റിക്കോ സാധിച്ചിട്ടില്ല. ഈ ഗതാഗത കുരുക്കും മൂലം കഷ്ടപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ടോൾ നിർത്തണമെന്ന് 1700 കോടി രൂപ കളക്ട് ചെയ്തു. വെറും 323 കോടി രൂപയ്ക്ക് കരാർ ചെയ്തത്. ഇവർക്കെതിരെ 100 കോടി രൂപയ്ക്ക് CBI കേസ് എടുത്തിട്ടുണ്ട്. 125 കോടി രൂപയ്ക്ക് ED കേസ് എടുത്തിട്ടുണ്ട്. അത്രയ്ക്കും വലിയ കൊള്ളയാണ് നടക്കുന്നത്. ഇവർക്ക് വലിയ ലാഭം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നില്ല. അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന വലിയ കൊള്ളയ്ക്കെതിരെ ഒരു ശക്തമായ ഒരു കോടതി ഇടപെടലാണ് ഇന്നുണ്ടായിട്ടുള്ളത്. 4 ആഴ്ചയ്ക്കാണ് ഇത് സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഇത് ജനങ്ങളുടെ വിജയമാണ്, കഷ്ടപ്പെട്ട യാത്രക്കാരുടെ വിജയമാണ്. ഒരുപാട് ആളുകളുടെ കണ്ണീരും വേദനയും ഈ റോഡിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പാർട്ടി പ്രവർത്തകർ കേസിലും പ്രശ്നത്തിലും പെട്ടിട്ട് കോടതികളിൽ അലഞ്ഞു തിരിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞങ്ങളടക്കം ഈ കേസിൽ ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് ഫൈൻ അടയ്ക്കാൻ പോകുന്നത്. ഈ വിജയം ജനങ്ങളുടെ വിജയമാണ്, ജനങ്ങളുടെ വിധിയാണിത്. തീർച്ചയായും. എന്തായാലും അഡ്വക്കേറ്റ് ഷാജി കോണ്ടകണ്ടത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ നമുക്ക് ടോൾ പ്ലാസയിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴും ഇവിടെ ഫാസ്ടാഗ് വഴി ടോൾ പിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇനിയിപ്പോൾ ഈ ഒരു നടപടിക്രമം പൂർത്തിയാക്കി കോടതിയുടെ ഉത്തരവൊക്കെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ കൂടുതൽ അതായത് ഈ ടോൾ പിരിവ് ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടുത്തെ